ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു വയനാടൻ ട്രാവലർ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പനമരം കുറുവാദ്വീപ് റൂട്ടിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൂടെ ഒരു വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഓൺ ദ വേയിൽ നമുക്കൊരു ജൈൻ ടെമ്പിൾ ഉണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കയറിയതാണ്. എങ്ങനെയുണ്ട്? പക്ഷെ ഇപ്പോൾ ഇത് ശരിക്കും ആരും നോക്കലൊന്നുമില്ല. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഈ ജൈൻ ടെമ്പിൾ ഉള്ളതെങ്കിലും ഇത് വേണ്ടത്ര രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും നിലംപതിച്ച് പോകാവുന്ന അവസ്ഥയിലാണ് ഈ ടെമ്പിൾ മൊത്തം ഇരിക്കുന്നത്. ആദ്യമൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ അവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഈ ഒരു കമ്പികൾ കണ്ടോ, ഈ ഒരു അമ്പലത്തിന് അധികം കല്ലുകളൊക്കെ താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കമ്പി വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു വർഷത്തിന് മുകളിലൊക്കെ ആയി ഈ കമ്പികൾ ഇതേപോലെ സെറ്റ് ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ ഈ കമ്പികളിൽ തുരുമ്പെടുത്തിട്ട് ഈ കമ്പികൾ ഏത് നിമിഷം വേണമെങ്കിലും താഴെ വീഴാം എന്നൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇത് ഉള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ചെറിയൊരു ടെമ്പിളാണ് ഇത്. നമ്മുടെ മെയിൻ റോഡാണ്. മെയിൻ റോഡിന് സൈഡിൽ തന്നെ. സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഭാവിയിൽ ഇങ്ങനൊരു ടെമ്പിൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ ഭാവി തലമുറകളോട് പറയേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ വയനാട്ടിൽ എൻ്റെ ഒരു അറിവിലൊരു 4 സ്റ്റോൺ ടെമ്പിളുകളാണ് ഉള്ളത്. ഒന്ന് ബത്തേരി ജൈൻ ടെമ്പിൾ, പിന്നെ ഒന്ന് ഇത്, പിന്നെ തിരുനെല്ലി ടെമ്പിൾ, പിന്നെ തിരുനെല്ലി തന്നെ വേറൊരു ടെമ്പിൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതെവിടെയാണെന്ന് എനിക്കറിയില്ല. ഈ 4 ടെമ്പിളാണ് എൻ്റെ അറിവിലുള്ളത്. അങ്ങനെ 4 എന്ന് പറയുമ്പോൾ അപൂർവങ്ങളായിട്ടുള്ള ഈ ഒരു സ്റ്റോൺ ടെമ്പിൾ നമ്മൾ സംരക്ഷിക്കണം ശരിക്കും. നോക്ക്, ഇവിടെ കണ്ടോ സ്റ്റോണൊക്കെ ഇവിടെ കിടക്കുന്നത്. ഈ ഒരു സ്റ്റോണിലൊക്കെ ഉള്ള കൊത്തുപണികൾ നോക്ക്, എന്ത് അടിപൊളിയായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നതെന്ന്. പക്ഷേ ഇതൊക്കെ ആർക്കും വേണ്ടാണ്ട് വെറുതെ വാരിക്കൂട്ടി ഇട്ടിരിക്കുന്ന പോലെയാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇതൊരു മണ്ഡപമാണ്, ഒരു അമ്പലത്തിന് മുമ്പ് തന്നെ ഒരു മണ്ഡപം. ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്ക്, വെറുതെ കല്ലിങ്ങനെ വാരിക്കൂട്ടി ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു അമ്പലം, ഈ ഒരു സ്റ്റോണുകൾക്ക് കുത്തുകാല് കൊടുത്തിരിക്കുന്നതാണ് ആ ഒരു ചെറിയൊരു കല്ലിൻ്റെ മേലെ. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. ഇനി എന്തായാലും ഇതിൻ്റെ കുറച്ച് വിഷ്വൽസും കൊത്തുപണികളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് നമ്മളെ ടെമ്പിളിൻ്റെ വ്യൂ ഒക്കെ? അടിപൊളിയല്ലേ? ശരിക്കും സംരക്ഷിക്കപ്പെടുകയാണെങ്കിൽ വയനാട്ടിലെ മറ്റൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സ്പേസാണിത്. ഇവിടെ എത്തിച്ചേരാൻ അധികം പ്രയാസമൊന്നുമില്ല. മെയിൻ റോഡാണ് നമ്മുടെ തൊട്ട് പുറകിലുള്ളത്. ഈ ഒരു ടെമ്പിള് കുറച്ചൊരു ഒന്ന് ഡെവലപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി കുറച്ച് അൾട്രേഷൻ വർക്കുകളൊക്കെ ചെയ്ത് കല്ലും സ്റ്റോണൊക്കെ അതാത് സ്ഥലത്ത് വെച്ച്, കാരണം ഇപ്പോൾ ശരിക്കും അവിടെ ഇവിടെയൊക്കെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അതാത് സ്ഥലത്ത് വെച്ച് ഒന്ന് സെറ്റാക്കുകയാണെങ്കിൽ വയനാട്ടിലെ മറ്റൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ നമ്മുടെ അധികാരികളും നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റൊന്നും അതിന് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഭാവിയിൽ ഇത് ഒരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ കുറച്ചും കൂടി ഒരു സംരക്ഷണമൊക്കെ നൽകുകയാണെങ്കിൽ ഒരുപാട് കാലം ഇത് ഇതേപോലെ തന്നെ നിൽക്കും. അല്ലെങ്കിൽ കുറഞ്ഞ കാലം കൊണ്ട് ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചരിത്രങ്ങൾ നമ്മൾ സംരക്ഷിക്കുക തന്നെ വേണം. അപ്പോൾ എന്തായാലും നമ്മളിനി ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് ഈ ഒരു ജൈൻ ടെമ്പിളിലേക്ക് വരുന്നതെങ്കിൽ
ഗൂഗിൾ മാപ്പിൽ 2 ലൊക്കേഷനാണ് കാണിക്കുന്നത്. ഇവിടെ പുഞ്ചവയൽ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു ജംഗ്ഷൻ വരുന്നുണ്ട്. അവിടുന്ന് ഒരു ഇടത്തോട്ടും വലത്തോട്ടും 2 റോഡ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് ഇടത്തേക്കുള്ള സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് മാപ്പിൽ ഇടതുവശത്ത് വലത്തോട്ടുള്ള വശത്ത് ഒരു ജെയിൻ ടെമ്പിൾ കണ്ടു. അപ്പോൾ അതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ജസ്റ്റ് വന്ന് നോക്കിയതാണ്. ഇവിടെയും ഒരു സ്റ്റോണിൻ്റെ ഒരു ടെമ്പിൾ ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു 1 കിലോമീറ്റർ ഡിഫറൻസ്, 1 കിലോമീറ്റർ ഇല്ല തോന്നുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ഇത് കുറച്ച് സംരക്ഷിക്കപ്പെടുന്നുണ്ട് കേട്ടോ. ചുറ്റും അടിപൊളി മതിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം വൃത്തിയിൽ ഇത് സംരക്ഷിച്ചിട്ടുമുണ്ട്. ഇവിടെ ഇതാ കുറച്ചൊക്കെ സ്റ്റോണുകളൊക്കെ കൂട്ടിയിട്ടുണ്ട്. എന്നാലും മൊത്തത്തിൽ അമ്പലം നല്ല അടിപൊളിയായിട്ട് ഇവർ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജെയിൻ ടെമ്പിളിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ജെയിൻ ടെമ്പിളും കൂടി വന്ന് സന്ദർശിക്കുക. കാരണം 1 കിലോമീറ്റർ ഉള്ളൂ. ഒരു അടിപൊളി ടെമ്പിൾ തന്നെയാണ്. ആ ഒരു ടെമ്പിളിൻ്റെ അത്ര വലുപ്പമല്ല, പക്ഷേ കൊത്തുപണികളാണെങ്കിലും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതന്നെ വലിയൊരു കിട്ടലാണ്. ഇവിടെയൊക്കെ അതാ ഒരുപാട് കൊത്തുപണികളുണ്ട്. ഇവിടുത്തെ ഒരു ഫിഷ്, ഓരോ രൂപങ്ങൾ കണ്ടോ, അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറാം കേട്ടോ. നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയേക്കാം. ഉള്ളിലത്തെ വ്യൂ ഒക്കെ കാണാൻ പറ്റും നമുക്ക്. അടിപൊളിയാണ്. ടെമ്പിളിൻ്റെ മെയിൻ പാർട്ട് ഇതാണ്. അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ വിഗ്രഹമോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു റൂം മാത്രം. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് ടെമ്പിളൊക്കെ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് 2 ടെമ്പിളിലാണ് പോയത്. ഈ ഒരു ടെമ്പിൾ നമുക്ക് അറിയില്ലായിരുന്നു, ചുമ്മാ ഗൂഗിൾ മാപ്പിൽ കാണിച്ചപ്പോൾ കയറി വന്നതാണ്. എന്തായാലും അടിപൊളിയായിരുന്നു. വന്നത് എന്തായാലും കാര്യമായി. അപ്പോൾ എന്തായാലും ഇന്നത്തെ 2 ടെമ്പിളുകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? വയനാട്ടിൽ അധികം ആരും ഇങ്ങോട്ടേക്കൊന്നും വരാറില്ല. അധികം ഫോട്ടോസൊന്നും എവിടെ ഞാൻ ഇതിനെക്കുറിച്ച് കണ്ടിട്ടില്ല. ആ ഒരു ടെമ്പിളിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ, പക്ഷേ ഇതിനെ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു ടെമ്പിളിലേക്ക് വരുന്നവർ ഈ ഒരു ടെമ്പിളും കൂടി കവർ ചെയ്യാൻ നോക്കുക. കാരണം 1 കിലോമീറ്ററിൻ്റെ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളിനി ഇവിടുന്ന് പോകാൻ നോക്കുകയാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 12:15. അപ്പോൾ എന്തായാലും നമ്മളിനി പോവുകയാണ്. അപ്പോൾ ഇനി ഇത് ശരിക്കും ഞങ്ങൾ ട്രിപ്പായിട്ട് വന്നു പോകുന്നതല്ല കേട്ടോ, ചുമ്മാ ഒരു വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്നപ്പോൾ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ കയറി ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ വയനാട്ടിൽ കുറച്ച് അടിപൊളി സ്പോട്ടുകളൊക്കെ നോക്കി ട്രിപ്പ് അടിക്കുന്നുണ്ട്. അതിന് ടൈം ആയില്ല, കുറച്ച് വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും മറ്റൊരു അടിപൊളി സ്പോട്ടിൽ നിന്ന് മറ്റൊരു അടിപൊളി വ്ളോഗുമായി കാണുമ്പോഴേക്കും ബൈ.